Get in. Welcome, sir. സാർ എനിക്കൊന്നും അറിയില്ല സാർ. What are you doing? എന്താ സാർ ഇത്? പാന്റ് പോലും ഇടാതെ വന്നിരിക്കുന്നേ. സാർ ഞാനൊരു പഞ്ചപാവമാ. എന്താടാ ഇവിടെ? ഗോച്ച താഴെ ഫ്രീ ആയിട്ടേക്കോ. പെണ്ണാടാ? പെണ്ണാ? What happened? അമ്മേ, ആപ്സ് നിനക്ക് എന്താ പറ്റി? ഈച്ചയും പൂച്ചയൊന്നുമല്ല, ആ ഗോച്ച മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അകത്തെങ്ങാനും കയറി വരുമോ? അവനകത്ത് വരാൻ പറ്റില്ല. എങ്ങനെയാ അകത്ത് വരാൻ പറ്റാത്തതും ഒരു വേല ചെയ്തിട്ടാ എന്ത് വന്നിരിക്കുന്നത്. വേല? ബ്ലേഡ് വേല. ബ്ലേഡ് വേലയോ? No, sir. Ticket മേടിച്ചോ? No, ticket. you are not allowed. What's the problem? You are hurt and bleeding. അടടാ, ചുമ്മാതിരുന്നവനെ ചൊറിഞ്ഞു വിട്ടല്ലോടാ. Can I have your ticket, എന്ത് please? തടീനകത്ത് വന്നതോ? ടിക്കറ്റ് ചോദിക്കോടാ. ടിക്കറ്റോ? ടിക്കറ്റ് തന്നെയാ ചോദിക്കുന്നേ. Oh, here. എടാ അവള് ഗോച്ചയുടെ അനിയത്തിയെ പോലില്ലേ? അയ്യോ, അനിയത്തിയെ പോലെയല്ലടാ, അനിയത്തി തന്നെയാടാ. പോയിരിക്കടാ. വേണ്ട, കുരുവിത്തലയിരി അടക്ക വെക്കാം, എന്നാ ബോംബ് വെക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. സോറി മാഡം. എന്താ സോറി? നോക്കി നടന്നൂടെ? പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കാലകത്ത് വെച്ചിരിക്കണം. ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരുന്ന പോകുന്നവരൊക്കെ ചവിട്ടി എടുത്തോണ്ടങ്ങ് പോകും. റാസ്കൽ, ചവിട്ടിയിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ? എന്റെ ഭഗവാനേ, കൃഷ്ണ. Rascal. ഹലോ, ഫസ്റ്റ് ടൈമാ? അല്ല, ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചാ? അതൊന്നുമല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്ന പോലെയാ. ആ ഒന്നുമില്ല, പൈലറ്റിന് ഫസ്റ്റ് ടൈമാ. വരുമ്പോഴാ ശ്രദ്ധിച്ച് ബ്രേക്ക് എവിടാൻ തപ്പുമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നൈജീരിയയിൽ ഒരു ഫ്ലൈറ്റ് ഒന്ന് ആക്സിഡന്റ് ആയി 150 പേരാ മരിച്ചു. അറിയോ എന്തിന്? 3 ദിവസം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് വെള്ളത്തിലിട്ടു. കടല്ലേ ദേ ഇന്നലെ മോസ്കോയില്. ഞാന് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നേ. അല്ല, എന്തോ ഫ്ലൈറ്റിൽ പോകുന്നത് ബസ്സിൽ പോകുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു മണ്ടത്തരം പറ്റിയതാ. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാലേ അറിയാം. ബെൽറ്റ് ബാഗിനിടല്ലേ, സ്വന്തമായിട്ടിട്. അതെയോ? താങ്ക്സ് എ ലോട്ട്. അത്രയ്ക്ക് പേടിയാണോ? പിന്നെന്തിനാ ഫ്ലൈറ്റ് വരുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാ. വേണ്ടപ്പെട്ടൊരുത്തനോ? അതെ, ഇന്നലെ എന്റെ വീട്ടിൽ പാർട്ടിക്ക് ഒരുത്തൻ വന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ 4-5 പേര് വരുമല്ലോ. ആരാ അവൻ? അവന്റെ പേര് കുരുവി. അവന്റെ പേരാണ് കുരുവി, എന്റെ പേര് ബർമി. അവൻ കട്ടോണ്ട് പോയി. കട്ടെന്നോ? വാടാ പോകാ. എവിടെ പോണം? ബാത്റൂമില്. പക്ഷെ അവൻ മോഷ്ടിച്ചത് എന്റെ ഹൃദയമാ. ഹൃദയം? ഞാനെന്തോ തങ്കമോ വൈരോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അവൻ സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ കൂടെ കേറുന്നു, നടക്കുന്നു, പറക്കുന്നു. അവന്റെ ഓരോ മൂവ്മെന്റ്സും അട്രാക്ട് ചെയ്യുന്നതാ. നീ നോക്കുന്ന പോലെ ഞാൻ നോക്കി പിറകെ പോയത്. സ്കിഡായി താഴെ വീണു. ചുമ്മാ കയർ പിടിച്ച് എയറിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയ്യില് കയറ്, ഒരു കയ്യില് ഞാൻ. ചുമ്മാ ഇവിടെ തൊട്ടു അവിടെ തൊട്ടു. ചെറിയൊരു ഗ്യാപ്പ്. പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് എവിടെയോ പോയി. മുഖം കാണാൻ ട്രൈ ചെയ്തു, ജസ്റ്റ് മിസ്. പക്ഷെ അപ്പഴേ ഞാൻ ഫിക്സ് ചെയ്തു, അവൻ തന്നെ എന്റെ ലൈഫ്. അല്ല, ഞാൻ ഇതൊക്കെ എന്താ തന്നോട് പറയുന്നേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, വിട്ടേക്ക്. അതെ മാഡം, കുരുവി എന്ന് പറഞ്ഞില്ലേ, മുഖം കണ്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ മാഡം അവനെ കണ്ടുപിടിക്കുന്നേ? അവന്റെ മുഖം മാത്രം ഞാൻ കാണാതിരുന്നേ, പക്ഷേ ഈ സ്കാർഫ് വെച്ച് അവന്റെ കണ്ണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൺകൾ തൊടാമൽ കൈകൾ പടാമൽ കാതൽ വരുവതില്ലേ. കണ്ണ് സുടാമൽ കത്തിപ്പടാമൽ ഗോച്ച വിടുവതില്ലേ. എന്താടോ വെച്ചേക്കുന്നേ? എല്ലാവരും വെച്ചേക്കുന്നതാ സാർ, ഞാനും വെച്ചേക്കുന്നേ. ഏയ് എന്താ പറഞ്ഞേ? എന്റെ അമ്മൂമ്മ കെട്ടിത്തന്ന ഏലസാ സാർ. ദുഷ്ടശക്തികൾ അടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിത്തന്നതാണ് സാർ. സാർ ഇതിൽ കൈവെക്കാതെ സാർ. കൈവച്ചാൽ എന്റെ വിശ്വാസത്തെയും ഭക്തിയെയും ചോദ്യം ചെയ്യുന്നത് പോലെയാവും സാർ. എന്റെ അപ്പൂപ്പന്റെ ഇതിലും വലുതാ. ഇവിടെ നോക്ക്, സൈഡിൽ നോക്ക്, ബാക്കിൽ നോക്കിക്കോ. ഓക്കെ ഓക്കെ സാർ.
എങ്ങനെയുണ്ട് എസ്കേപ്പ്? എടാ വളരെ ധൈര്യത്തോടെ നിന്ന് കൊടുത്തല്ലോ. എവിടെയാടാ സാധനം? ബോഷയുടെ സിസ്റ്ററിന്റെ ബാഗിലിട്ടു. സേഫ് ആയിട്ട് വെളിയിൽ എടാ ദ്രോഹി. Thank you. ലൈറ്റർ. താങ്ക് യു. നോ മെൻഷൻ. മാഡം ഈ പേഴ്സ് നിങ്ങളതാണോ? കണ്ടോ മാഡം നമ്മുടെ നാട്ടുകാരെ ഇങ്ങനെ പേഴ്സ് എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ കഷ്ടപ്പെട്ട് തേടിക്കൊണ്ടേയിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സേഫായി എടുത്തു വെച്ചു. എത്ര നല്ലവനാ നിങ്ങൾ. നിങ്ങൾ ആരാ? ഞാനോ? അയാം ഉപ്പുതറയിൽ രാജുബാബു, ഓൾ ടാക്സി ഓണർ കം ഡ്രൈവർ. ഹോട്ടൽ റെയിൻട്രിയിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഈ ബാഗ് ഈ ബാഗ് ഞാൻ തന്നെ വെച്ചോളാം. കൊള്ളാം. അവൾ എസ്കേപ്പ് ആയടാ. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളാണോ? അതെ മാഡം. ഒരു തവണ എന്റെ ടാക്സിയിൽ ഒരാൾ 30 ലക്ഷം രൂപ വെച്ച് മറന്നുപോയി. അതെടുത്ത് കൊണ്ടുപോയി ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ. സോ ഈ SP ചൗധരിയാണ് എനിക്ക് സമ്മാനം തന്നത്. ഇനി എന്ത് ചെയ്യൂടാ? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിരുന്നടാ. അബാദ് പ്ലാസ, ഗോകുലം പാർക്ക്, താജ് മലബാർ, ലേ മെറിഡിയൻ. റെയിൻ ട്രീ. Good morning, sir. How can I help you? വി വാണ്ട് എ സ്യൂട്ട് റൂം. 15,000 pay to you, ഓ sir. 50,000. No, sir. 15,000. അതെ 50,000. ഒരു 50,000 രൂപ തന്നെ. Madam ആരാ, sir? ഫിനാൻസിയർ. What? Financier? അയ്യോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. That's fiancé. അതെന്തേലും ആട്ടെ, വേഗം ചാവിതാ. വാ മാഡം, അകത്തേക്ക് വാ. റൂം ഇഷ്ടപ്പെട്ടോ നോക്ക്. What a beautiful room. നമ്മളെ വിശ്വസിച്ച് വന്നവർ പറ്റിക്കപ്പെടാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. മാഡം, മണിയൊക്കെ എന്തിനാണ് മാഡം? നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ. Thank you. ഞാൻ കൊണ്ടുപോകാം. തൃപ്പൂണിത്തുറ അറിയാമോ? അറിയാലോ. എന്നെ അവിടെ കൊണ്ടുപോകാമോ? തീർച്ചയായിട്ടും മാഡം. ആദ്യം മാഡം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ റെഡി ആയിട്ടിരിക്കാം. How sweet. നോക്കടാ, വെറും ടവല് മാത്രം ഉടുത്തുകൊണ്ട് ഒരുത്തി അലഞ്ഞു നടക്കുന്നു. ഏതോ തുണ്ടുപടത്തിന്റെ ഷൂട്ടിംഗ് പോലെയുണ്ട്. 5:30ക്കുള്ള വണ്ടിയാ, നാളെ രാവിലെ അങ്ങ് എത്തും ഞാൻ. 5:30ക്കുള്ള വണ്ടിയാണാ പടം. അത് വീണ്ടും റീമേക്ക് ചെയ്യുന്നു. ബാത്റൂം സീനുള്ള റിസപ്ഷനിൽ വെച്ചാ എടുക്കുന്നേ. അവിടെ നോക്കടാ. മല്ലു അല്ലടാ, മലേഷ്യ. You know how important it's to me. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഏയ്, എന്താ സാർ ഇത്? ഇത്ര വലിയ ഹോട്ടലില് കുളിക്കുമ്പോ വെള്ളം പകുതി വെച്ച് നിന്ന് പോയാ എന്താ സാർ അർത്ഥം? നോക്ക്, പാവം ടൗലിൽ നിൽക്കുന്ന കണ്ടില്ലേ? എന്താ തമാശ കളിക്കണോ? ബാറിലൊക്കെ വെള്ളം 3 മണി വരെ ഒഴുക്കി കളയുക. ബാത്റൂമിലെ മാത്രം വരില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഈ മാറ്റർ ഇമ്മീഡിയറ്റ് ഓപ്പൺ ചെയ്യണം. വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല. മാഡത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. ബാഗ് മോഷ്ടിച്ചെന്നോ? ഏയ്, എന്താ നിങ്ങളുടെ ബാഗ് പോയ പോലെ ടെൻഷൻ അടിക്കുന്നേ? എന്താ മാഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മാഡത്തിന്റെ ബാഗ് ഞങ്ങളുടെ ബാഗ് എന്നൊക്കെ ഉണ്ടോ? നമ്മുടെ ബാഗ് മാഡം, നമ്മുടെ ബാഗ്. ഒന്നിച്ച് ഫ്ലൈറ്റിൽ വന്നു, അടുത്തടുത്ത സീറ്റിലിരുന്നു. നിങ്ങളും മലയാളി, ഞാനും മലയാളി. നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും. ഒരു മലയാളി പെണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മിണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിളിക്കണം മാനേജറെ. എന്താ സാർ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അടുത്ത 10 മിനിറ്റിൽ ബാഗ് വിടത്തണം. ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ. ഇഷ്യൂ അറിയാതെ സംസാരിക്കരുത്. ഇവിടെ എന്താ നടന്നോ? എന്താ സാർ ഇനി നടക്കണ്ടേ? നിലവിളക്ക് പോലെ ഇരുന്ന ഒരു പെണ്ണിനെ ടവൽ കെട്ടി ക്യാമറ ഡാൻസറെ പോലെ ആക്കി കളഞ്ഞു. ഒന്നും ശരിയാവില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്ക്, ഇത്ര സീരിയസ് സംസാരിക്കുമ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്ന ഹലോ പോലീസ് സ്റ്റേഷൻ. ഞങ്ങള് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു വിചാരിച്ചല്ലേ? നെവർ. വി ആർ വെരി ഡീസന്റ് ഫെലോസ്. ബൈ ദ ബൈ, ആക്ച്വലി ഇവിടെ എന്താ നടന്നതെങ്കിൽ ഇവരെ ആരോ ശരിക്കും പറ്റിച്ചു. ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആരോ ഇവരുടെ പേരിൽ റൂം എടുത്തു. ഇവർക്ക് കുട്ടി ജനിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ അഡ്വാൻസ് തിരിച്ചു വാങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു. മൈ ഗോഡ്, പിന്നെ എന്താ നടന്നതെങ്കിൽ? ഞാനെന്താ കഥയാണോ പറയുന്നേ? ആദ്യം റൂം ഒഴിയിടും, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്കടാ, 10 നിമിഷത്തിനുള്ളിൽ വൈഫ് എന്ന് പറഞ്ഞ് കുട്ടിയെ ജനിപ്പിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാതുകുത്തി പേരിട്ട് ബിരിയാണിയും വിളമെന്ന് തോന്നുന്നല്ലേ? ബാത്റൂം പ്രശ്നത്തെക്കാൾ ഇയാളെ ഏതൊരു പ്രശ്നം അലട്ടുന്നു എന്നാ തോന്നുന്നത്. എന്താടോ 1 hour ആയിട്ട് 1 day മാച്ച് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആ റോസ് വിക്കറ്റ് എപ്പോഴാ താഴെ വീഴുന്നതെന്നല്ലേ? ഇനി ഒരു ടെസ്റ്റ് മാച്ച് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എന്താടാ അത്? ഇതെന്റെ അപ്പൂപ്പന്റെ കോണകമാടാ. ഇന്ന മാഡം, അവൻ ആരെന്നറിയോ? അറിയില്ല. ടാക്സി നമ്പറുകൾ നോട്ട് ചെയ്തു. അതും അറിയില്ല. പക്ഷേ ആ കാറിൽ അയാൾ കമ്മീഷണർ കയ്യിൽ നിന്ന് ഒരു ഷീൽഡ് വാങ്ങുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ടാക്സി കമ്മീഷണർ ഷീൽഡ്. ഏയ്, അത് നമ്മുടെ രാജുബാബു ആടാ. അവനാ. ആ ഫ്രോഡോ? നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത് കമ്മീഷണർ അല്ല മാഡം. കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച സുരേഷ് ഗോപിയ മാഡം. സുരേഷ് ഗോപി. മിസ്റ്റർ പെരേര, എങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടോന്ന് കണ്ടോ ഈ കുട്ടി? അവനിപ്പോ എവിടെ കാണും? അവന്റെ വീട് എനിക്കറിയാം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ സെൽഫോൺ ഒന്ന് തരുമോ? ഇതൊക്കെ എന്റെ ഫോൺ തരാം. ഇന്നാ മാഡം. താങ്ക് യു. വിടടാ, ഏതോ ലോക്കൽ കോളാ വിളിക്കുന്നേ. നമുക്ക് ഇതൊക്കെ ഒരു ചെലവാണോ? എന്താ മലേഷ്യ ലൈൻ ഇത്ര ക്ലിയർ ആയിരിക്കുന്നേ? മലേഷ്യക്കാണോ വിളിക്കുന്നത്?
ചേച്ചി എന്താടി ഇത്? പോയിട്ടൊരു ഫോൺ പോലും ചെയ്തില്ല. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാന്ന് ഞാനൊരു കള്ളം ഒരു പറഞ്ഞു. ടാക്സി ഡ്രൈവർ എന്റെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോയി. അതിനകത്തായിരുന്നു എല്ലാം, പൈസയും പാസ്പോർട്ടും ആ കുരുവിയെ കണ്ടുപിടിക്കാനുള്ള മാസ്ക് അല്ലേ, അതുപോലും അതിനകത്തായിരുന്നു ചേച്ചി. എവിടെയാടി ദേവി? ഫോൺ ലൈൻ കട്ടായി. കട്ടായോ? ഫോണ് കട്ടായില്ല. ISD സംസാരിച്ച് 300 രൂപയും കാലിയായി. സ്വാഹ. അയ്യോ എടി ദ്രോഹി, എന്റെ അച്ഛന് പോലും ഞാൻ മിസ് കോൾ ആണ് കൊടുക്കണേ. 300 രൂപ 3 മാസമായി കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഒരേ ഒരു സെക്കൻഡ് മലേഷ്യക്ക് കോൾ ചെയ്ത് സ്വാഹയാക്കിയില്ലേ? എവിടെയാടി പോയിക്കുന്നേ? കുരുവി എന്നൊരുത്തിനെ അന്വേഷിച്ച് കൊച്ചിക്ക് പോയിരിക്കുവാ. അളയാ കുരുവി പോകാമട കൊച്ചിക്ക്. എന്താണ് ഇവിടെ ഒരു ആൾക്കൂട്ടം? അത് ശരിയാ, ഇത് രാജബാബുവിന്റെ വീടല്ലാന്ന് തോന്നുന്നു. ഇത് ഏതോ കോട്ടസ്വാമിയോ ബീർസ്വാമിയോ ബോധമില്ലാതെ ജ്യോതിഷം പറയുന്ന ഏരിയ. വാട്ട് ഈസ് ജ്യോതിഷം? ജ്യോതിഷം ഈസ് ഗിവൺ ബൈ സം പുറമ്പോക്ക് ഓൺലി ഫോർ ദർ വൈറ്റ് പേപ്പർ. എക്സ്ക്യൂസ് മീ ആൻഡീസ്, രാജ്ബാബു വീട്ടിലില്ലേ? എന്താണ് ആന്റിയൊക്കെ തല്ലാൻ വേണ്ടി വരുന്നത്? നീ ആരടാ? ആ ഫ്രോഡിന്റെ ഫ്രണ്ടാ. Shut up and drop your weapons. I'm Officer Major Sundararajan from the Ambellur Real Estate Anavalathal Department. അയ്യോ സോറി സർ. Yeah, he's my assistant yes, and that girl is his assistant in Mafti. Shut up! സോറി സർ. അവരെ നീ എന്താടാ കാണിച്ചേ? എന്റെ സ്വന്തം വോട്ടർ ID കാർഡ് എന്ത് ലാമിനേറ്റ് ചെയ്താലും നമ്മുടെ ആളുകൾ ഭയപ്പെടും. ഓക്കേ. Where is Raj Babu? ഇവിടെയുള്ള ആളുകളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു സർ. എൻ്റെ 5 പവന്റെ ചെയിൻ, വളകൾ, ദോ ഈ പെണ്ണിന്റെ സ്കൂട്ടർ വരെ അവൻ കട്ടു. ഞങ്ങളെ എല്ലാവരെയും ആ ഫ്രോഡ് പറ്റിച്ചു സർ. സങ്കടപ്പെട്ട് സംസാരിക്കുന്നു ജീവിതം മടുത്ത ഇവർ. Come on, you proceed. ഞങ്ങൾ വീട് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എവിടെയോ പോയി കളഞ്ഞു സർ. My God, house under lock. അവിടെ നോക്കി ഒരു ഓവർഫ്ലോ ആണ്. എന്തിനാ ഇപ്പൊ കരയുന്നത്? Why are you crying? അവർക്കൊക്കെ പണമാണ് സാർ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക്? മാനം തന്നെ നഷ്ടപ്പെട്ടു സാർ. My God. അവൻ അത്ര ആക്റ്റീവായി പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ എന്തു ചെയ്യുമായിരുന്നു? ടിവിയിലുള്ള സീരിയൽ കാണുമായിരുന്നു സാർ. സീരിയൽ ഗ്യാപ്പിൽ ഡുമ്മാകുത്തോ? അത് ഡപ്പാങ്കുത്തല്ല സാർ, കുരുവിക്കുത്ത്. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. ഛേ, മിസ്സായി പോയി. അവൻ നമ്മളെക്കാളും വലിയ ഫ്രോഡാ, അതാ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയത്. അവൻ ഇവിടെ തന്നെ ഉണ്ടാ, കൺഫേംഡ്. എന്താ അങ്ങനെ പറഞ്ഞേ? ലുങ്കി എടുത്ത് പോകുന്നുണ്ടില്ല ഒരു മങ്കി, അത് കണ്ടിട്ടാ പറഞ്ഞേ. അറ്റാക്ക്. വാടാ, ഞാൻ എങ്ങനെ വരുന്നേ? ഇവിടുന്ന് ലിഫ്റ്റ് വെച്ച് തരാൻ പറ്റുമോ? ചാടി വാ. പറ്റില്ല. ഇവനോട് കുനിയാൻ പറ. ആരെയാടാ? നിന്നെ തന്നെ. ഞാനോ? ഞാനാരാ? എന്റെ ഫാമിലി ഏതാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഞാൻ എങ്ങനെയാ കുഞ്ഞു? അവളാര്? അവളുടെ ഫാമിലി എന്താ? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവളുടെ ചേട്ടനാ ഗോച്ച. ഗോച്ചയോ? ഗോച്ചാപ്പാറ് ഗോച്ചയുടെ അനിയത്തി കേറുന്നേ പാറ് കുനിഞ്ഞിരിക്കും. അയ്യോ, കാഴ്ചയിൽ മാത്രമാണോ കൊഞ്ചിനെ പോലെ ഇരിക്കുന്നേ, പക്ഷെ വെയിറ്റ് ഒരു ആനയുടെ വെയിറ്റ് ആടാ. പറയൂ സേട്ട്, എന്താ മാറ്റർ? എന്ത് മിലിറ്ററി വണ്ടിയോ? എന്താ കോമഡി പറയാണോ? 3 മുഖം രജനി, വേട്ടയാടി വിളയാട് കമൽ, തങ്കപ്പതക്കം ശിവാജി. ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കണ്ണി കണ്ടവരെയൊക്കെ പറ്റിക്കുവായി ഇവൻ. ഓഹോ, മിലിറ്ററി റമ്മോ. അമ്മേ, ഡോക്ടറിന്റെ അമ്മയ്ക്ക് ഒന്നും വരാതെ നോക്കണ ഡോക്ടർ. എന്റെ അമ്മ എനിക്ക് ജീവനാണ് ഡോക്ടർ. ഞാൻ വേണേൽ എന്റെ അമ്മയ്ക്ക് ഒരു കിഡ്നി കൊടുത്തേക്കാം. കിഡ്നിയല്ലടാ, നിന്റെ 2 കിഡ്നിയും കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ആട്ടെ മാടമാര്. എന്നെ നോക്കി ആരാണ് ചോദിക്കുന്നത്? ഫ്രോഡല്ലേ നീ? നിന്നെ പറ്റിച്ചില്ലേ? നിന്റെ ബാഗ് എവിടെ? ആദ്യം ബാഗ് ഇങ്ങ് താ. അതിനകത്ത് എന്റെ സ്കാർഫ് ഉണ്ട്. ഇവിടെ ഒരേ ഒരു ബാഗേ ഉള്ളൂ. ഫുൾ അഴുക്ക് തുണിയത് കാരണം ആരും വാങ്ങിയില്ല. വേണമെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുക്കോ. എന്റെ ചെറിയ ബാഗ് എവിടെ? മാഡം പോയിട്ട് ഡ്രസ് മാറ്റിട്ടോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ധൃതിയുമില്ല, മേഡം പോയി പതുക്കെ വന്നാ മതി. അവനെ വെറുതെ വിടരുത്. ചെറിയ ബാഗ് എവിടെയാ? കട്ടിലെ മേലെ ഉണ്ട്. അയ്യോ, എന്റെ ചെറിയ ബാഗ്. താങ്ക് യു. നോ മെൻഷൻ. ബൈ. ഇവന് പിന്നെ കൊടുക്കാം. അവള് എസ്കേപ്പ് ആയ എന്ത് ചെയ്യും? ഇവനെ റൂമിൽ പോയിട്ട് വേണേലും അടിക്കാം. ഇവനെ എന്താ റൂമിൽ കയറ്റി അടിക്കുന്നത്? ഇവിടെ കിടന്ന് അടി മേടിക്കണം. ഷട്ടർ പൊക്കടാ, നീയോ അതിന്റെ വേല ചെയ്തോളൂ. ചേച്ചിമാരെ കേറി തകർത്തോ. മലേഷ്യൻ ബാഗുമായിട്ട് എസ്കേപ്പ്. അയ്യോ, സഹായം ചെയ്തവർക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചാ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. കൈ കൊടുക്കടാ. Nice meeting you. My name is. അയ്യോ, എനിക്ക് എനിക്ക് നടക്കാനേ വയ്യ. ശരിക്കും ഇത് ഫ്രാക്ചറാടാ. എന്ന് വെച്ചാ ഉളുക്കട. ഓ, നമ്മുടെ നാട്ടിൽ അങ്ങനെ. എനിക്ക് ഭായിയുടെ കല്യാണത്തിന് പോയേ പറ്റൂ. ഇങ്ങനെ ചളുക്കോ ഉളുക്കൊന്നും പോവാൻ പറ്റുമോ? ഉളുക്ക് മാറിയല്ലേ പോവാൻ പറ്റൂ. ഉളുക്ക നീ മാറ്റോ? ഞാൻ തിരുമ്പി ആണുങ്ങൾക്ക് മാത്രമേ ഉളുക്ക് മാറൂ, പെണ്ണുങ്ങൾക്ക് മാറില്ല. അമ്മ ഇത് ആര് മാറ്റും? ഓമ്മ. അമ്മ. ഏതമ്മ? നിന്റെ അമ്മ. അമ്മമ്മ. നമ്മുടെ അമ്മ. അതേടാ, അമ്മ ശരിക്കും ഉളുക്ക് മാറ്റില്ലേ? ഇപ്പഴീ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വിട്ടാൽ അമ്മ ഉടനെ എണ്ണയിട്ട് തിരുമ്പാൻ തുടങ്ങും. ബാഗ് വാങ്ങി മേശപ്പുറത്ത് വയ്ക്കും, അപ്പൊ കാണാതെ പോയിക്കോളും. അത് ഉളുക്ക് വേദന. എന്റെ അമ്മ ഉളുക്ക് മാറ്റിയത് സൂപ്പർ. ഓക്കെ.